എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമര നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. പല സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിലിരിക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമ്മൾ മടി കാണിക്കാറുണ്ട്. കാരണം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്നുള്ള വല്ലാത്ത തെറ്റിദ്ധാരണ നമ്മുടെ അകത്ത് കയറുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ പിൻവലിയപ്പെടുന്നു. എന്നാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുവാൻ ദൈവമൊരുക്കുന്ന ചില പദ്ധതികളായി മാറാറുണ്ട്. യോനയുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും വിട്ട് താൻ തർസീസിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ യാത്ര തനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കടൽ വല്ലാതെ ക്ഷോഭിച്ചു, കപ്പൽ വല്ലാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ആ സമയത്ത് ബാക്കി മുഴുവൻ യാത്രക്കാരും അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. പക്ഷേ യോന മാത്രം പ്രാർത്ഥിച്ചതായി നാം കാണുന്നില്ല. താൻ കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി ഉറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ കാണുന്നത്. എന്നാൽ ആ കടൽ പ്രക്ഷോഭിതമായതിന്റെ കാരണം കണ്ടെത്തി യോന പിടിക്കപ്പെട്ടു. അവിടെ വെച്ച് താൻ തന്റെ തെറ്റുകൾ സമ്മതിച്ചു. താൻ ദൈവത്തെ ഭജിച്ചു വന്നിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചെയ്തില്ല. താനാണ് കുറ്റക്കാരനെന്ന് താൻ സമ്മതിച്ച് അവിടെ നിന്നും അവരെല്ലാവരും കൂടെ നമുക്കറിയാം, ചരിത്രപരമായി വേദപുസ്തകത്തിൽ കാണുന്നത് ആ യോനയെ കടലിലേക്ക് എറിയുവാനിടയായി തീർന്നു. ആ കടലാനയുടെ വയറ്റിലെത്തിയപ്പോൾ അവിടെ വെച്ച് താൻ പ്രാർത്ഥിച്ചതായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രതിസന്ധിയുടെ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ തെറ്റുകൾ താൻ ഏറ്റുപറഞ്ഞു, താനാണ് കുറ്റക്കാരനെന്ന് സമ്മതിച്ചപ്പോൾ ആ പ്രാർത്ഥനയെ ദൈവം അംഗീകരിപ്പാനിടയായി തീർന്നു. നമ്മുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി തരുവാനിടയായിത്തീരും. ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കാറുണ്ട്. പ്രാർത്ഥനയിൽ നമ്മൾ ഓടിപ്പോയാൽ, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനുള്ള സാഹചര്യത്തെ ദൈവം ഒരുക്കിത്തരും. ആ സാഹചര്യം നമ്മളെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കും. ആയതിനാൽ നമ്മുടെ ജീവിതം എപ്പോഴും പ്രാർത്ഥനയിലും ദൈവകൃപയിലും ദൈവാശ്രയത്തിലും മുന്നേറുവാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.